PSC ബേസിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് VEO സിലബസ് ആണ്. ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു VEOയുടെ കംപ്ലീറ്റ് സിലബസ് ഇടണമെന്ന്. ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുള്ള സിലബസ് ഞാനിവിടെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം സിലബസ് നന്നായിട്ട് അറിഞ്ഞിട്ട് മാത്രം ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടും. അല്ലാതെ നിങ്ങളൊരു റാങ്ക് ഫയൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ റാങ്ക് ഫയലിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങളങ്ങ് വെറുതെ കാണാപ്പാടം പഠിക്കും. ഒരു ഐഡിയ കിട്ടത്തില്ല ഏത് ക്വസ്റ്റ്യനാണ് പോസിബിൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നും അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻസിനാണ് പിന്നെ നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല ജസ്റ്റ് വായിച്ചിരുന്നാൽ മതി എന്നുള്ളതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിരിക്കണം. ഒരെണ്ണമല്ല, ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് VEOയുടെ സിലബസ് പറയുന്നതിന് മുന്നേ പറയാനുള്ളത്. പിന്നെ ഓർക്കാനുള്ള കാര്യം, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത മീഡിയം ഇംഗ്ലീഷിലായിരുന്നു. ഇവിടെ VEO എക്സാമിന് LDCയുടെ പാറ്റേൺ ആണ്, മലയാളമാണ് മീഡിയം. അതായത് ക്വസ്റ്റ്യൻസ് എല്ലാം മലയാളത്തിലാണ് ചോദിക്കുന്നത്. സോ മലയാളം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് VEO എക്സാം. പിന്നെ ഒരു കാര്യം ഓർമ്മിച്ചിരിക്കുക, LDC പോലെ ഒരു ഹ്യൂജ് വേക്കൻസി ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു പോസ്റ്റാണ് VEO. സോ മോർ ദാൻ പിന്നെ എന്താണ് ഒരു ഡിസ്ട്രിക്ട് വൈസാണ് VEO എക്സാം റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വേക്കൻസീസ് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. സോ നല്ല മാർക്കുള്ളവർക്ക് മാത്രമേ ടോപ്പിലെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് തീർച്ചയായിട്ടും VEO റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാനായിട്ട് പറ്റും, നന്നായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ. കാരണം അത്രയ്ക്ക് കോമ്പറ്റീഷൻ മുറുകുന്ന ടൈമാണിത്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് VEO എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ VEO എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതായത് ഫുൾ 100% നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ മാക്സിമം 12 അവേഴ്സിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യണം. നല്ല കാലിബർ ഉള്ള ഒരാളാണെങ്കിൽ മാത്രമേ 3 മാസത്തിനുള്ളിൽ വരാൻ സാധ്യതയുള്ള VEO എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് VEO എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ LDC ഷുവറായിട്ടും കൈ കിട്ടും. ഇനി LDCയുടെ സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്യാമെന്നും പറഞ്ഞ് നിങ്ങൾ ഇരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് LDC കിട്ടത്തില്ല. VEO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് LDC ഉറപ്പാണ്. ഓക്കെ, നമുക്ക് എന്തായാലും സിലബസ് നോക്കാം. സിലബസ് നോക്കുന്നതിന് മുന്നേ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ അവൈലബിൾ ആണ്. അൺഅക്കാഡമിയിൽ എൻ്റെ പേര് ജസ്ന BV എന്നാണ്. ഞാൻ ഒത്തിരി ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് കറണ്ട് അഫയേഴ്സിന് 10-8 മാക്സിമം 10-9 മാർക്കും എൻ്റെ ക്ലാസ് ഫോളോ ചെയ്ത ആൾക്കാർക്ക് ഷുവറായിട്ടും ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാം എന്നോട് താങ്ക്സ് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്ന BV എന്ന എൻ്റെ അൺഅക്കാഡമി പ്രൊഫൈൽ ഫോളോ ചെയ്യുക. ഇനി അൺഅക്കാഡമി നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. ഓൺലൈനായിട്ട് എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ അല്ല എങ്കിൽ, അതായത് നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ് വേണ്ട എങ്കിൽ ഫ്രീ ആണ് അൺഅക്കാഡമിയിലെ ക്ലാസ്സുകളെല്ലാം. പക്ഷെ ലൈവ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ റെഫറൽ കോഡ് യൂസ് ചെയ്യണം. അത് ജസ്ന അസൈദ് എന്നാണ് എൻ്റെ റെഫറൽ കോഡ്. ഈ റെഫറൽ കോഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കും. അതായത് ഒരു വർഷത്തേക്ക് മൊത്തം 6000 രൂപയാണ്. ഇതിനകത്ത് നിങ്ങൾ ജസ്ന അസൈദ് എന്ന എൻ്റെ റെഫറൽ കോഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ 600 രൂപ കുറഞ്ഞിട്ട് 5400 രൂപ മാത്രമേ ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. ഒന്നാമത്തത് ജനറൽ ഇംഗ്ലീഷാണ്. ജനറൽ ഇംഗ്ലീഷ് മൊത്തം 20 മാർക്കിന് ചോദിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇതിനകത്ത് മോർ ദാൻ 15 മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. കാരണം ജനറൽ ഇംഗ്ലീഷിൻ്റെ ഡെപ്ത് കുറവാണ്, പോർഷൻസ് കുറവാണ്. ആക്റ്റീവും പാസീവ് വോയിസും ഒക്കെ ഒരുമിച്ച് പഠിക്കണം. അതുപോലെ സിനോണിംസ്, ആൻറ്റോണിംസ്, ഗ്രാമർ എഗ്രിമെൻറ്റ്, ഗ്രാമർ കംപ്ലീറ്റ് പഠിക്കണം. അതുപോലെ വൊക്കാബുലറിയും പഠിക്കണം. ഇപ്പോൾ 20 മാർക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് 10 ചാൻസ് ആണ്. അതായത് 10 വൊക്കാബുലറി ചോദിക്കാം, 10 ഗ്രാമർ ചോദിക്കാം. സോ രണ്ടിനും ഒരേ ഈക്വൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തുവരണം പഠിക്കാനായിട്ട്. ഇനി വൊക്കാബുലറി എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ ചോദിക്കുമ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഇല്ല. സോ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് എത്രയും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദിവസവും ഇത്ര ഞാൻ വൊക്കാബുലറി പഠിക്കുമെന്ന് ഉറപ്പിച്ച് വേണം ഇനിയുള്ള ദിവസങ്ങൾ നിൽക്കാനായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്
ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്പേഴ്സ് ചോദിക്കാം, ഡിസിബിലിറ്റി ചോദിക്കും. ഇതെല്ലാം മലയാളം മീഡിയത്തിലെ ക്വസ്റ്റ്യൻ ആണ്. ടൈം ആൻഡ് വർക്ക് ഡിഗ്രി ലെവൽ ചോദിക്കുന്ന അത്രയും കട്ടിക്ക് ചോദിക്കത്തില്ല. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ VEOയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ മിഷൻ ഞാൻ അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ താഴെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളെ ഓരോ സജഷൻസും ഞാൻ പരിഗണിക്കുന്നതായിരിക്കും. അതനുസരിച്ചിട്ടായിരിക്കും നെക്സ്റ്റ് ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. ദെൻ മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെ വരാം. അതിനകത്ത് കാൽക്കുലേഷൻ ആൻഡ് ലോജിക്ക്, ക്ലാസിഫിക്കേഷൻ, സിനോണിംസ്, ആന്റോണിംസ് വരാം, ലെറ്റർ ആൻഡ് നമ്പർ സീരീസ് വരാം. അടുത്ത ആൽഫബറ്റിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ്, പിന്നെ കോഡിങ്ങും ഡീകോഡിങ് വരും. പിന്നെ ഡേറ്റും കലണ്ടറും ചോദിക്കാം, ഡയറക്ഷൻ ചോദിക്കാം, കോമൺ സെൻസ് ടെസ്റ്റ്. ഈ ഡയറക്ഷനൊക്കെ വരുമ്പോൾ പ്രശ്നം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആൾക്കാരാണെങ്കിൽ, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്തത് ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു, പെട്ടെന്ന് മലയാളത്തിലോട്ട് മാറുമ്പോൾ ഉള്ള കോംപ്ലിക്കേഷൻ വരാം. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എന്ത് ചെയ്യണം, മാക്സിമം നന്നായിട്ട് വർക്കൗട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. അടുത്ത ഫാക്ട് അബൌട്ട് ഇന്ത്യ പറയുമ്പോൾ എന്താണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഇതിപ്പോൾ പറയുന്നതാണ്. പിന്നെ ഇത്രയും തൊട്ട്, അതായത് ഇന്ത്യയുടെ ഫുൾ ഹിസ്റ്ററി പഠിക്കണം. അതുപോലെ 1857 മുതൽ 1947 വരെയുള്ള ഇന്ത്യയുടെ നാഷണൽ മൂവ്മെന്റ്സ്, പിന്നെ നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, അതായത് ജോഗ്രഫി കംപ്ലീറ്റ് അറിഞ്ഞിരിക്കണം. പിന്നെ എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് അത് കംപ്ലീറ്റ് അറിയണം. പിന്നെ എന്താണ് പുതിയ വന്ന സ്കീമുകളും അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ഫാക്ട് അബൌട്ട് കേരളയാണ്. കേരളത്തെ പറ്റിയിട്ടുള്ളത് റിനൈസൻസ് ലീഡേഴ്സ്. ഇപ്രാവശ്യം നവോത്ഥാനം തള്ളിക്കളഞ്ഞെങ്കിലും ഇനി വരുന്ന എക്സാമിന് അത് ചോദിച്ചുകൂടായിക ഇല്ല. സോ നവോത്ഥാനം പഠിക്കണം. അതുപോലെ തന്നെ കേരള ജോഗ്രഫി പഠിക്കണം. ദെൻ എന്താണ് കേരളമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ ഫേമസ് സൈറ്റുകളുണ്ടോ അത് പഠിക്കണം. ഡിസ്ട്രിക്ട് വൈസ് ഉള്ള ഓരോ ഡീറ്റെയിൽസും പഠിക്കണം. ദെൻ പൊളിറ്റിക്സ് പഠിക്കണം, കേരള പൊളിറ്റിക്സ് പഠിക്കണം. ഇനി മലയാളം, തമിഴ്, കന്നഡ ഇത് ഓപ്ഷണലാണ്. നമ്മൾ ഒരുപാട് പേരും ചൂസ് ചെയ്യുന്നത് മലയാളമാണ്. മലയാളത്തിന് ബേസിക് ഗ്രാമർ ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വൊക്കാബുലറിയും ചോദിക്കുന്നുണ്ട്. ഇത് മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള മാർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന 10 മാർക്കാണിത്. നന്നായിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 10 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. അതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. ഇതിന് 10ന് 10 മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോർഷനാണിത് മലയാളം. നെക്സ്റ്റ് കറണ്ട് അഫയേഴ്സ് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് ഡീപ്പായിട്ടൊന്നും PSCക്ക് ഏതാണ് VEO എക്സാമിനൊന്നും ചോദിക്കത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അധികം ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്തത് ജസ്റ്റ് വായിച്ചു വെക്കാം, കളയണ്ട ഒന്നും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചു വെക്കണം. വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു വെക്കേണ്ടതാണ് കറണ്ട് അഫയേഴ്സിൽ നിന്നും ഇത്ര മാർക്കെന്നില്ല, GK പോർഷൻ മൊത്തത്തിൽ 50 മാർക്കിനാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ് കറണ്ട് അഫയേഴ്സ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട് അബൌട്ട് ഇന്ത്യയും ഫാക്ട് അബൌട്ട് കേരളയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് എന്തുണ്ടായി, പ്രളയം ഉണ്ടായി. അപ്പോൾ പ്രളയം ഉണ്ടായത് മുമ്പ് പെരിയാറിലും പ്രളയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്നായിരുന്നു എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ വരാൻ സാധ്യതയുള്ളതാണ്. ദെൻ പിന്നെ ഏതുണ്ട്, ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഒരു VEOയുടെ സിലബസ് ഫുൾ കവർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അക്കാഡമിയിൽ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഉടൻ തന്നെ VEOയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ വേ. ഇനി നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ എവിടെ തൊട്ട് തുടങ്ങണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ, നമ്മളൊരു പാത്രത്തിൽ ചോറിരുന്നാൽ എവിടെ നിന്ന് തൊട്ട് തുടങ്ങും, എവിടെ തൊട്ട് തുടങ്ങിയാലും തീരും. പക്ഷെ നീറ്റായിട്ട് തീരണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് തുടങ്ങണം. ഈ സൈഡ് എന്ന് പറയുന്നത് നമുക്കടുത്തുള്ള സൈഡാണ്. അപ്പം നമുക്കടുത്തുള്ള സൈഡ് ഏതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം ഏറ്റവും ബെസ്റ്റ് വേ ബിഗിനേഴ്സിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ എൻ്റെ സജഷൻസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.